കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മലിനജല സംസ്കരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തിനുള്ളിൽ കേരളത്തെ മാലിന്യമുക്തമാക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം. രാജേഷ് വ്യക്തമാക്കി. കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ഥാപിക്കുന്ന രണ്ടാമത്തെ മലിനജല സംസ്കരണ പ്ലാന്റാണ് മെഡിക്കൽ കോളേജിലേത്. കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാലിന്യ പ്ലാന്റിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. മെഡിക്കൽ കോളേജിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ് ലക്ഷ്യം. 1 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള രണ്ടാമത്തെ മലിനജല സംസ്കരണ പ്ലാന്റാണ് മന്ത്രി എം. രാജേഷ് ഉദ്ഘാടനം ചെയ്തത്. പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നത് തടയാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കഴിയാവുന്നത്ര കേന്ദ്രങ്ങളിൽ ക്യാമറ വെക്കണം. കാരണം ബോധവൽക്കരണം കൊണ്ട് മാത്രം ബോധം വരുന്നില്ല. അപ്പോൾ തടയാനുള്ള നടപടികൾ, എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തിപ്പെടുത്തണം. നിയമം കർശനമായി നടപ്പാക്കണം. കുറച്ച് മുഷിച്ചിലുണ്ടാവും, മുറുമുറുപ്പുണ്ടാവും, അതൊന്നും കണക്കാക്കേണ്ടതില്ല. നഴ്സിംഗ് കോളേജിന് സമീപം പ്രവർത്തന സജ്ജമായ പ്ലാന്റിൽ ഡെന്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, പേവാർഡ്, നഴ്സിംഗ് ഹോസ്റ്റൽ, ലെക്ചർ കോംപ്ലക്സ് തുടങ്ങിയ കെട്ടിടങ്ങളിലെ ശുചിമുറി മാലിന്യമാണ് സംസ്കരിക്കുക. ഇതിനായി 900 മീറ്ററോളം പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റിക് ടെക്നോളജി ഉപയോഗിച്ച് ദ്രവമാലിന്യം സംസ്കരിക്കുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 24 കോഴിക്കോട്.